എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് റവയാണ് എടുത്തിരിക്കുന്നത്. റോസ്റ്റഡ് റവ റെഡിമെയ്ഡായിട്ട് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, അതാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നീട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. പിന്നീട് വേണ്ടത് തേങ്ങ, ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കടുക്, ഉഴുന്ന്, പച്ചമുളക്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. ആദ്യമേ നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. റോസ്റ്റഡ് റവയാണെങ്കിൽ അത്ര അങ്ങോട്ട് മൂത്ത് കാണത്തില്ല, കുഴഞ്ഞിരിക്കും. മൂക്കാതെ റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും കുഴയാത്ത ഉപ്പുമാവാണ് ഇഷ്ടം. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള റവയൊന്ന് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ റവയൊന്ന് വറുത്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ഒന്ന് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് റവ നല്ല ക്രിസ്പായിട്ട് കിട്ടും. നമ്മുടെ റവ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. റവ വാങ്ങിയെടുത്ത പാത്രത്തിൽ തന്നെ നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ അവരവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നല്ല ചൂടായ ചീനിച്ചട്ടിയാണല്ലോ, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം. പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഉഴുന്നും മുളകും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഉപ്പ് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ തിളയ്ക്കാനായിട്ട് ഇന്നത്തെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അങ്ങോട്ട് ചേർക്കാം. തീനെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ച് കഴിയുമ്പോൾ ആവിയിൽ ഉള്ള വെള്ളത്തിൽ ഇത് വെന്ത് വെള്ളമെല്ലാം വറ്റി നല്ല ഉപ്പുമാവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. നമ്മുടെ ഉപ്പുമാവ് എന്തായെന്ന് നോക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റായി അടച്ചു വെച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. നല്ല ഒന്നൊന്നേലൊട്ടാതെ നല്ല ഇതായിട്ട് കിട്ടിയ ഉപ്പുമാവ് തയ്യാറായി. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് നോക്കി പാകമാണെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. സ്വല്പം ഉപ്പും കൂടെ വേണം. എത്ര ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്യുക.
ഇതിൻ്റെ കൂടെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. വേണമെങ്കിൽ കടലക്കറി, കടുമാങ്ങ ഇതൊക്കെ ഉപയോഗിക്കാം. ഞങ്ങളിന്ന് പഞ്ചസാരയും പഴവുമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് എടുക്കുന്നത്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ ഉപ്പുമാവ് തയ്യാറായി. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.